Hello friends, Ani'sTechFactory എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇതുപോലെയുള്ള ഒരു യൂണിക് ആയിട്ടുള്ള ഒരു ഷോ പീസ് ആണ് ഞാൻ ഇവിടെ ചെയ്തു കാണിക്കാൻ പോകുന്നത്. ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ crochet flower, red and pink. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാവുന്നതാണ്. കാർഡ്ബോർഡ്, OHB ഷീറ്റ്, സ്റ്റേപ്ലർ, സിസേഴ്സ്, ഗ്ലൂ ഗൺ. ഇതൊക്കെയാണ് നമുക്ക് ഇത് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത്. കാർഡ്ബോർഡ് ഷീറ്റിൽ ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്ത് റെഡ് കളർ കൊടുത്ത് ഇതുപോലൊരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. OHB ഷീറ്റ് അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം ബാക്ക് സൈഡിൽ സ്റ്റേപ്ലർ വെച്ച് പിൻ ചെയ്യാം. ഹാർട്ട് ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കളറിങ് ചെയ്തെടുത്തു. ഇനി കളർ ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് സാറ്റിൻ റിബൺ ചുറ്റാം. അതേപോലെ തന്നെ ക്രോഷറ്റ് ത്രെഡ് നമുക്ക് ചുറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത OHB ഷീറ്റ് ബാക്കിൽ നമ്മൾ പിൻ ചെയ്തു, സ്റ്റേപ്ലർ വെച്ച് പിൻ ചെയ്തു. അതിൽ മുകൾ ഭാഗം മാത്രം നമ്മൾ പിൻ ചെയ്തിട്ടില്ല. അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുകൾ ഭാഗത്ത് പിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ പിൻ ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് ഫ്ലവർ അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതേ രീതിയിൽ വേണം നമ്മൾ ഫ്ലവർ അറേഞ്ച് ചെയ്തെടുക്കാൻ. ഫ്ലവർ ഇതേപോലെ അറേഞ്ച് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഇത് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ ഒന്നൊന്നായി സ്റ്റിക്ക് ചെയ്യാം. റെഡ് കളറെല്ലാം തന്നെ നമ്മൾ സ്റ്റിക്ക് ചെയ്തു. ഇനി പിങ്ക് കളർ നമുക്ക് സെൻറ്ററിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഒരു പിങ്ക് ഈ ഭാഗത്ത്, അടുത്ത പിങ്ക് ഈ ഭാഗത്തായിട്ടും വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഒട്ടിച്ചെടുത്ത് ഭംഗിയാക്കി വയ്ക്കാം. ഇത് ഡ്രൈ ആകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് നേരത്തെ ചെയ്ത് ഡ്രൈ ആക്കി ഫിനിഷ് ചെയ്തൊരു പീസാണിത്. ഇതിനകത്ത് ഞാൻ ക്രോഷറ്റ് ത്രെഡാണ് ചുറ്റിയിട്ടുള്ളത്. ഫോട്ടോ ഇൻസേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ 2 പീസ് വെച്ചതിൻ്റെ അകത്ത് നമുക്ക് ഇതുപോലൊരു ഡ്രോ ചെയ്തൊരു പിക്ചറാണ് ഞാനിതിൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ, ഏതെങ്കിലും നല്ല കുട്ടികളുടെ ഫോട്ടോയോ ഫാമിലി ഫോട്ടോ ഏത് വേണേലും ഇതിൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. ഹാങ് ചെയ്യുന്നതിന് ഇതുപോലൊരു റോപ്പും ഇതിൽ ഫിക്സ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. ഞാനിതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ക്രോഷറ്റ് ഫ്ലവർ ആണ്. ക്രോഷറ്റ് ഫ്ലവർ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുമായിരിക്കും. അറിയാത്തവർ ചിലരെങ്കിലും ഉണ്ടാകും. അറിയാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്താൽ മതി. ഞാൻ അതിനു വേണ്ടി തനിയെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇത് നമുക്ക് ബർത്ത്ഡേ, വാലന്റൈൻസ് ഡേ, വെഡ്ഡിംഗ് ഡേ അതിനൊക്കെ ഗിഫ്റ്റായിട്ട് സമ്മാനിക്കാവുന്നതാണ്. ഈ ലോകത്തിൽ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് എന്താണെന്നറിയാമോ? നമ്മൾ അവർക്ക് വേണ്ടി ചിലവഴിക്കുന്ന സമയം. അതാണ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ്. അപ്പോൾ സമയമെടുത്ത് നമ്മുടെ കൈകൊണ്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയൊരു ഗിഫ്റ്റ് സമ്മാനിക്കുമ്പോൾ എന്ത് ഹാപ്പി ആയിരിക്കും അല്ലേ? നിങ്ങളും ശ്രമിച്ചു നോക്കൂ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സമ്മാനിക്കാനായി. ഓക്കെ.